ആലപ്പുഴ ചേർത്തലയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും യുവതി വീണു മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. ഭർത്താവ് സോണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിതാവിന്റെ മർദ്ദനത്തെ തുടർന്നാണ് അമ്മ സജി മരിച്ചതെന്ന് മകൾ മൊഴി നൽകിയിട്ടുണ്ട്. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഇതിൽ മകളുടെ പരാതി, മകളുടെ മൊഴിയാണോ ഇതിലൊരു നിർണായകമായത്? SKN മകളുടെ മൊഴിയാണ്, അത് സാക്ഷിമൊഴി കൂടിയാണ്, ഒപ്പം തന്നെ മകളുടെ മൊഴിയാണെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അറിയിക്കുന്നത് കഴിഞ്ഞ മാസമാണ് ആലപ്പുഴ ചേർത്തല നഗരസഭയിൽ 28-ാം വാർഡിൽ പണ്ടകശാലപ്പറമ്പിൽ സോണിയുടെ ഭാര്യ സജിയെ വീടിനുള്ളിൽ തന്നെ വീടിൻ്റെ 2ാം നിലയിൽ നിന്നും വീടിനകത്ത് തന്നെ വീണ് പരിക്കേറ്റു എന്ന നിലയിൽ ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നു. പിന്നീട് അവിടെ നിന്നും വണ്ടാനം ആശുപത്രിയിൽ എത്തിച്ച് ശസ്ത്രക്രിയ നടത്തുന്നു. ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കോമ സ്റ്റേജിലേക്കായി പോയി സജി. അങ്ങനെ 1 മാസത്തോളം വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവേ ഞായറാഴ്ചയാണ് മരണം സംഭവിച്ചത്. ശവസംസ്കാര ചടങ്ങുകളും കഴിഞ്ഞു. ഇതിനുശേഷമാണ് മകൾ നിഷ്മ ഇപ്പോൾ ചേർത്തല പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. അതിൽ പറയുന്ന കാര്യം, ഈ അച്ഛൻ്റെ മർദ്ദനത്തിനിടെയാണ് അമ്മയ്ക്ക് പരിക്ക് പറ്റിയത്, അമ്മ വീണ് പരിക്കേറ്റ എന്നുള്ള മൊഴിയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഈ 1 മാസത്തോളം കാലം ഇക്കാര്യം പറയാതിരുന്നത് എന്ന പോലീസിന്റെ ചോദ്യത്തിന് മകൾ പറഞ്ഞത്, അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, ഒപ്പം തന്നെ അച്ഛൻ്റെ ഭീഷണി ഉണ്ടായിരുന്നു എന്ന കാര്യമാണ്. മകൾ ഇന്നലെ വൈകിട്ടാണ് ചേർത്തല പോലീസിൽ ഇത് സംബന്ധിച്ച് മൊഴി നൽകിയത്. ഈ അമ്മയുടെ ബന്ധുക്കളൊക്കെ വീട്ടിലെത്തിയ ശേഷം അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ചേർത്തലയിൽ എത്തിയ ശേഷം മൊഴി നൽകി. പിന്നീട് അമ്മ വീടായ ആലപ്പുഴയിലേക്ക് ഈ കുട്ടിയെ മാറ്റിയിട്ടുണ്ട്. അച്ഛൻ്റെ ഭീഷണി ഉണ്ടെന്നാണ് ആദ്യം തന്നെ ഈ കുട്ടി കത്തിൽ അല്ലെങ്കിൽ പരാതിയിൽ പറയുന്നത്. അങ്ങനെ ഭർത്താവ് സോണി, 52 വയസ്സുകാരനെ സോണിയെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പക്ഷേ ഈ അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞ കൊലക്കുറ്റം കൂടി ഇയാൾക്കെതിരെ ചുമത്തും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടി ഇതിൽ വേണ്ടി വരും എന്നുള്ളതാണ്. കാരണം നിലവിൽ ഒരു അപകട മരണം അല്ലെങ്കിൽ അപകടം സംബന്ധിച്ച് പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു. അങ്ങനെ ഉണ്ടായ ഒരു മരണത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നില്ല. ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടത്തിന്റെ സാധ്യത കൂടി ഉണ്ടെന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും അക്കാര്യത്തിൽ മകൾ നൽകിയ മൊഴി നിർണായകമായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഭർത്താവിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കൂടുതൽ അന്വേഷണം വേണ്ട കേസ് എന്ന നിലയിൽ തന്നെ പോലീസ് മുന്നോട്ട് പോവുകയാണ്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.